നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്ന ഒരു സിമൻറ്റ് പൗഡർ നമ്മുടെ ഇപ്പോൾ ഇന്ന് കാണുന്ന ഡീഫോകൾ സിമൻറ്റ് ടെക്സ്റ്ററൊക്കെ ആ ഒരു തരംഗം ആകുന്നതിന് മുന്നേ എനിക്ക് മറ്റൊരു കമ്പനിയിലെ ടീംസ് എനിക്ക് തന്നതാണ്. ഞാനത് സൂക്ഷിച്ചു വെച്ചായിരുന്നു. സാധാരണ ഗ്രേ സിമെൻ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്രയും കാലാവധിക്കുള്ളിലൊന്നും ഇരിക്കില്ല, കട്ട പിടിച്ച് പോകും. ഇത് ഓപ്പൺ ആയിരുന്നിട്ട് പോലും ഇത് കട്ട പിടിച്ചിട്ടില്ല. എനിക്ക് ഭയങ്കര അതിശയമായിട്ട് തോന്നി. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റാണ് ഞാൻ ഇന്ന് ഡീറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഡീറസ്റ്റിൽ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഒരു എംബ്ലം മേക്ക് ചെയ്യണം. അതിന് മൊത്തം ടോട്ടൽ കളർ എന്ന് പറയുന്നത് ഡീറസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ സർഫേസ് ഇച്ചിരി സ്മൂത്തായിട്ടിരിക്കണം. അതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. അപ്പോൾ അതിനുവേണ്ടി നോക്കുമ്പോൾ നമ്മുടെ പഴയ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് കിട്ടി. അങ്ങനെയാണ് ഈ ഒരു പ്രോഡക്റ്റ് ചൂസ് ചെയ്തത്. നല്ല സ്മൂത്ത് ഫിനിഷിങ് കിട്ടും. ആ ഒരു എംബ്ലത്തിൻ്റെ പെർഫെക്ഷൻ പോകാതെ തന്നെ കിട്ടും. ഫൈൻ പ്ലാസ്റ്ററിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തരിയിരിപ്പുണ്ടാവും. ഇത് കണ്ടില്ലേ, പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ പക്ക പെർഫെക്റ്റ് ആണ്. ടോട്ടലി ആ ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ ചെയ്തിട്ട് ഡീറസ്റ്റ് ആപ്ലിക്കേഷൻ ചെയ്യണം. ഡീറസ്റ്റിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. വളരെ ഈസി ആയിട്ട് ഒരു എമൽഷൻ ഫോം പോലെ തരികളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നമുക്ക് ആപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റിയതാണ്. ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം, അതായത് ഒരു ദിവസത്തിന് ശേഷം നമുക്ക് എ ആക്ടിവേറ്റർ കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഈ ബി ആക്ടിവേറ്റർ ഇതുപോലെ റോളറിന് പല ഷെയ്ഡുകൾ കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. ഈ എയും ബിയും നമ്മൾ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ എ മഞ്ഞ വരുന്ന സ്ഥാനത്ത് എ കൂടുതൽ കൊടുത്താൽ എ റെഡ് ആവും. ബി റെഡ് വരുന്ന സ്ഥാനത്ത് ബി കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ബി യെല്ലോ ആയി മാറും. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് ഇതിൻ്റെ ഷെയ്ഡുകൾ മാറിക്കൊണ്ടിരിക്കും. സംഭവം എന്തായാലും കിടുവായിട്ടുണ്ട്. നമ്മുടെ ഒരു ഓഫീസ് ഒരു ടീം വർക്ക് ചെയ്യണ്ടേ. എന്തായാലും നമ്മളൊരു സ്ഥാപനം തുടങ്ങിയിട്ട് നമ്മുടെ എംപ്ലോയി ഇല്ലെങ്കിൽ എങ്ങനെയാണ്. അപ്പോൾ ഡീറസ്റ്റിൽ നമ്മളത് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ബാക്കി ഡീറ്റെയിൽസ് എന്താണെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഓക്കെ, ബൈ.